നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കോൺഗ്രസിന് മേൽ വൻ സമ്മർദ്ദം. CPM-ഉം മമതാ ബാനർജിയും നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ചടങ്ങിൽ പങ്കെടുക്കില്ല. അതേസമയം സമാജ്വാദി പാർട്ടി, ശിവസേന എന്നിവർ പങ്കെടുക്കുകയും ചെയ്യും. കോൺഗ്രസ് എന്തു വേണമെന്ന ആശയക്കുഴപ്പത്തിലാണ്. പങ്കെടുക്കരുത് എന്ന അഭിപ്രായമാണ് കേരളമടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക്. എന്നാൽ പങ്കെടുക്കാതിരുന്നാൽ ഉത്തരേന്ത്യയിൽ മേൽവിലാസം നഷ്ടമാകുമെന്ന് ആ മേഖലയിൽ നിന്നുള്ള നേതാക്കൾ കരുതുകയും ചെയ്യുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് പോകണോ? ഇന്ത്യ മുന്നണിയിൽ ഭിന്നതയോ? രാമരാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലോ? കേരളത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ? ഈ ചർച്ചയിൽ ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ്, ഡോക്ടർ ഷിജു ഖാൻ CPM, ശ്രീ PR ശിവശങ്കർ BJP, ശ്രീ അനൂപ് VR കോൺഗ്രസ് സഹയാത്രികൻ എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ അനൂപ് VR. കേരളത്തിലെ ഏറ്റവും വലിയ പ്രബലമായ മുസ്ലിം സാമുദായിക സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുടെ മുഖപത്രമാണ് സുപ്രഭാതം. ആ സുപ്രഭാതത്തിന്റെ ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നു, കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം തുടർന്നാൽ മതന്യൂനപക്ഷങ്ങൾ വേറെ രാഷ്ട്രീയ ബദൽ തേടും. സീതാറാം യെച്ചൂരി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആർജവത്തോടുകൂടി പറഞ്ഞു, ഞാൻ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന്. ആ ആർജവവും ധൈര്യവും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടകപ്പക്ഷിയെപ്പോലെ തല പൂഴ്ത്തരുത് എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിമർശനമാണ്. CPM-നെയും സീതാറാം യെച്ചൂരിയെയും കണ്ടുപഠിക്കൂ കോൺഗ്രസ് എന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ മുസ്ലിം സംഘടന പറയുമ്പോൾ അനൂപ് VR-ന് എന്ത് തോന്നുന്നു? അത് കേൾക്കണോ കോൺഗ്രസ്? സുപ്രഭാതത്തിനെയും കോൺഗ്രസിനെയും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ സുപ്രഭാതം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ പലപ്പോഴും ലേഖനങ്ങൾ എഴുതുന്ന ഒരാളാണ്. സുപ്രഭാതം ഏതെങ്കിലും തരത്തിലൊരു കോൺഗ്രസ് വിരുദ്ധ പത്രമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ മാസം എറണാകുളത്ത് സുപ്രഭാതത്തിൻ്റെ ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. ഉദ്ഘാടനം ചെയ്ത രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ ക്രീമായ എല്ലാ നേതാക്കന്മാരും, KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നത് CPM-ൽ നിന്ന് ആലപ്പുഴ MP ആരിഫ് മാത്രമാണ്. അപ്പോൾ പലപ്പോഴും അത് ഏതെങ്കിലും കോൺഗ്രസിനെ എതിർപക്ഷത്ത് നിർത്തുന്ന ഒരു പത്രമല്ല. പിന്നെ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സുപ്രഭാതത്തിൽ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അത് ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ മാത്രം ആശങ്കയല്ല, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂടി ആശങ്കയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കോൺഗ്രസ് ഇക്കാര്യം ഗൗരവത്തോടു കൂടി എടുക്കേണ്ടത്. ശരിയാണ്, സുപ്രഭാതം കോൺഗ്രസ് വിരുദ്ധ പത്രമല്ല, സമസ്ത കോൺഗ്രസ് വിരുദ്ധ സംഘടനയുമല്ല. അപ്പോൾ ആ സംഘടനയും ആ പത്രവും കോൺഗ്രസിനോട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സോണിയാഗാന്ധി, സീതാറാം യെച്ചൂരി കാണിച്ച സ്ഥൈര്യവും അതുപോലെ തന്നെ ആർജവവും കാണിക്കണമെന്ന് പറയുമ്പോൾ അത് നിശ്ചയമായും കോൺഗ്രസ് കേൾക്കണ്ടേ? കോൺഗ്രസ് സുപ്രഭാതം ഉൾപ്പെടെ ഇത്തരത്തിൽ ഉയരുന്ന ആശങ്കകളെ കേൾക്കുമെന്ന് തന്നെയാണ്. ഇപ്പോഴും കോൺഗ്രസ് അതിനകത്ത് കൃത്യമായൊരു പൊസിഷൻ എടുത്തിട്ടില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, കോൺഗ്രസ് നെഹ്റുവിൻ്റെ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. നെഹ്റു ഇക്കാര്യത്തിൽ വളരെ തുടക്കം മുതൽ എടുത്തൊരു നിലപാടുണ്ടല്ലോ. ആ രാമവിഗ്രഹം ആദ്യമായി അവിടേക്ക് കടത്തപ്പെടുമ്പോൾ നെഹ്റു പറഞ്ഞത് സരയൂ നദിയിലേക്ക് എറിഞ്ഞ് കളയണമെന്ന് പറഞ്ഞൊരു നെഹ്റു ഉണ്ട്. അദ്ദേഹം അതിലെടുത്ത വളരെ ഒരു നൈരന്തര്യമുണ്ട്, അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അദ്ദേഹം പലപ്പോഴും UP മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിന് എഴുതിയ കത്തുകൾ പലതും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതിനകത്ത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, 35 വർഷം ഞാൻ പ്രവർത്തിച്ച UP ഇന്ന് ഉത്തർപ്രദേശ്, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എനിക്ക് ഇന്ന് അപരിചിതമായി തോന്നുകയാണ് എന്ന് പറയുന്ന തരത്തിൽ നെഹ്റു പലപ്പോഴും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നെഹ്റു വളരെ കൃത്യമായ നിലപാടാണ്, കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാട് അതാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആർക്കും സംശയമില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം പറഞ്ഞു. പിന്നെ ദിഗ്വിജയ് സിംഗിനെ പോലെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ അഭിപ്രായത്തെ ആകമാനമുള്ള കോൺഗ്രസിന്റെ ഔദ്യോഗിക അഭിപ്രായമായി കണക്കാക്കേണ്ടതില്ല. കോൺഗ്രസ് ഇതിൽ കൃത്യമായി എല്ലാ ആശങ്കയും പരിഗണിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് ഒരു കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള നിലയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസ് ഒരു വലിയ പ്രശ്നത്തിലാണോ? കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. കേരളം മാത്രമല്ല, ഇന്ത്യ ആകെ ഒരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം പ്രതീക്ഷിക്കണം. പക്ഷേ ഇവിടെ നിങ്ങളുടെ പൊസിഷനെ ദുർബലമാക്കുന്ന വിധത്തിൽ
ഉള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അരങ്ങേറുകയാണ്. CPM ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുന്നു. ലാലു പ്രസാദ് യാദവ് നിലപാടെടുക്കുന്നു, മമതാ ബാനർജി നിലപാടെടുക്കുന്നു, നിതീഷ് കുമാർ നിലപാടെടുക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസും സ്വാഭാവികമായും ഈ പരിപാടിക്ക് പോകേണ്ട എന്നുള്ള ഒരു നിലയിലേക്ക് വരേണ്ടി വരില്ലേ? അഭിലാഷ്, ഇപ്പോ ഇതിൽ സീതാറാം യെച്ചൂരിക്ക് നിലപാടെടുക്കാം, നിതീഷ് കുമാറിന് എടുക്കാം, മമതാ ബാനർജിക്ക് എടുക്കാം. ഇവരെല്ലാം ഒരു പ്രാദേശിക പാർട്ടി പോലെ നിൽക്കുന്ന ആളുകളാണ്. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ദേശീയ തലത്തിലുള്ള ഒരു വികാരം മാനിക്കലോ അത്തരത്തിലൊന്നും എടുക്കേണ്ട കാര്യം നിലവിലില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കോൺഗ്രസ് ഇതിൻ്റെ അകത്തൊരു തീരുമാനം എടുത്തില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ഇതിൻ്റെ അകത്ത് ഇന്നിപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഉചിതമായ ഒരു തീരുമാനം എല്ലാ സമയത്തും എടുക്കും. ഇതിനെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് എല്ലാ കാലത്തും നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിപ്പോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഭാഗമായി ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അതിൽ വോട്ട് രാഷ്ട്രീയം കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലെന്നിരിക്കെ, എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ അതിശക്തമായി ഇപ്പോഴും എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നിരിക്കെ ഇതിന്റെ അകത്ത് കൂടിയാലോചനകളുടെ ആവശ്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടിയാലോചനകൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കാം. പക്ഷേ നോക്കൂ, ഈ പറഞ്ഞ ഹിന്ദി ബെൽറ്റിൽ തന്നെയുള്ള ബെൽറ്റിൽ തന്നെയുള്ള ബീഹാറാണ് RJDയുടെ ലാലു പ്രസാദ് യാദവിന്റെ പ്രവർത്തന മണ്ഡലം. അതേ ബീഹാറാണ് നിതീഷ് കുമാറിന്റെ പ്രവർത്തന മണ്ഡലം. അവിടെ നിന്ന് അവർ രണ്ടുപേരും പോകുന്നില്ല. പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജി പോകുന്നില്ല. ഈ സൗത്ത് ഇന്ത്യ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. നിലപാടൊക്കെ എടുക്കാം. അതെ, അത് ഞാൻ പറയട്ടെ, അവരിപ്പോ അവരുടെ ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് കുറച്ച് വേഗത്തിൽ ചിലപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അതിൻ്റെ അകത്ത് ചർച്ചകൾ വന്നിട്ടുണ്ട്, അതിന്റെ നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. യഥാസമയത്ത് അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാകും, അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അത് ഏറ്റവും ഉചിതമായ, അതിൻ്റെ അകത്ത് ഏറ്റവും സെക്യുലറായ ഒരു തീരുമാനമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഭൂരിപക്ഷ രാഷ്ട്രീയവും ന്യൂനപക്ഷ രാഷ്ട്രീയവും ഒക്കെ ഒരേപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത്തരത്തിൽ കാണാൻ കഴിയുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊന്നില്ല എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. താങ്കൾ പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ PR ശിവശങ്കർ, ഇതിന്റെ ഈ രാഷ്ട്രീയ മാനങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നമ്മളൊരു പ്രതിഷ്ഠാ ചടങ്ങ് മാത്രം എടുക്കൂ. അങ്ങനെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലും നടന്നിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ, പൂജാരിമാർ, ആധ്യാത്മിക വിഷയങ്ങളിൽ അറിവുള്ള ആളുകൾ തുടങ്ങിയ ആളുകളാണ് ചെയ്യാറ്. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ MLA ഒന്നും അല്ല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ സെന്റർ ഓഫ് അട്രാക്ഷനായി നിൽക്കാറുള്ളത്. പക്ഷേ നോക്കൂ, അയോധ്യയിൽ 22-ാം തീയതി, ജനുവരി 22-ാം തീയതി നടക്കാൻ പോകുന്നത് രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനൊപ്പം സ്വാഭാവികമായും നരേന്ദ്രമോദി എന്ന വിഗ്രഹത്തിന്റെ ഉയർച്ച കൂടിയായിരിക്കും. ആ നിലയ്ക്ക് അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു പരിപാടിയിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കുക, അവർക്ക് കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയിൽ പോകണോ വേണ്ടയോ, പോയാലും പ്രശ്നം പോയില്ലെങ്കിലും പ്രശ്നം എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുക, നിലപാടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കക്ഷികൾക്ക് അങ്ങനെ എടുക്കാൻ കഴിയുക, ഇതൊക്കെ ആത്യന്തികമായി കോൺഗ്രസിനെ പെടുത്തുക എന്നുള്ളതിലേക്കല്ലേ എത്തുന്നത്? അങ്ങനെയല്ല. ഒരു ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ആരെ ക്ഷണിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് അതാത് ട്രസ്റ്റി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഓണേഴ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രിക്കുന്നവരാണ്. ഇപ്പോൾ നോക്കൂ, വിദേശത്ത് ഒരു പുതിയ ക്ഷേത്രം ബഹ്റിനിലോ UAE-യിലോ എന്ന് തോന്നുന്നു, അവിടെ നരേന്ദ്രമോദിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ വിൽ ബി സംബഡി. അതിന് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും കൂടുതൽ കരുത്തുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഓറയുള്ള, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളോട് ബന്ധമുള്ള ആൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ മോഹൻലാലോ മമ്മൂട്ടി വരുന്നു, ഞാൻ വരുന്നു, എന്നെ ആരും നോക്കാനാണ്? മമ്മൂട്ടി മോഹൻലാലിനെ നോക്കും. അതിലിപ്പോൾ കുറ്റം പറയണം, എനിക്ക് വിഷമമുണ്ടാവും. പക്ഷേ അതുകൊണ്ട് മോഹൻലാലിനെ മമ്മൂട്ടിയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. അതുപോലെ നരേന്ദ്രമോദി അക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം പോയി, ഇവർക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവരൊക്കെ പറയുന്നതിൽ രാഷ്ട്രീയമായ ചില അജ്ഞതകളുണ്ട്. ഈ പൊളിറ്റിക്കൽ അമ്നീഷ്യ അത് പല കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇപ്പോൾ നോക്കുക, എനിക്ക് തോന്നുന്നില്ല ദീപ്തി മേരി വർഗീസിന് അറിയാമോ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം എന്നാണെന്ന്? നാളെയാണ്. പക്ഷെ അത് അവർ ഓർക്കില്ല, സ്ഥാപകനെ ഓർക്കില്ല, ഒരിക്കലും അവർ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ സോമനാഥ് ടെമ്പിൾ
അതിൻ്റെ ഇനാഗുറേഷൻ, അതിന് നെഹ്റു എങ്ങനെയാണ് നിരോധിക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് തകർക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് രാജേന്ദ്ര പ്രസാദും എങ്ങനെയാണ് KM മുൻഷിയും പോയത്. മുൻഷി അന്ന് നെഹ്റുവിനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഏപ്രിൽ 24 1951 ആ കത്തുകളൊക്കെ ഈ പറയുന്ന ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അതായത് കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഞാൻ എൻ്റെ എളിയ രീതിയിൽ പ്രവർത്തിച്ചത് ഹിന്ദുമതത്തിൻ്റെ ദർശനങ്ങളെ പുനഃയോജിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമാണ്. അദ്ദേഹം വളരെ കൂട്ടിയിരുന്നു. അത് മാത്രമാണ് ആധുനിക സാഹചര്യത്തിൽ. ജനസംഘക്കാരനായിരുന്നില്ല നെഹ്റു. ഇതേ ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്നു KM മുൻഷി. ഇതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായി ഇന്ത്യയുടെ രാഷ്ട്രപതി ആയ ആളാണ് ബാബു രാജേന്ദ്ര പ്രസാദ്. അത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. നെഹ്റു അങ്ങോട്ട് അയച്ച കത്തുകൾ 1951 മാർച്ച് 2 മുതൽ ഏപ്രിൽ 22 വരെ നെഹ്റു നിരന്തരം രാജേന്ദ്ര പ്രസാദിന് കത്ത് എഴുതുന്നുണ്ട്. ഈ കത്തുകൾ നമ്മുടെ ചരിത്ര ശേഖരത്തിലുണ്ട്, വായിക്കേണ്ട കത്തുകളാണ്. എ പിൽഗ്രിമേജ് ടു ഫ്രീഡം എന്ന പുസ്തകത്തിൽ KM മുൻഷി അക്കാര്യത്തിലെ നെഹ്റുവിന്റെ നിലപാട് പറയുന്നുണ്ട്. അപ്പൊ നെഹ്റുവിന്റെ നിലപാടുണ്ട്, KM മുൻഷിക്ക് മുൻഷിയുടെ നിലപാടുണ്ട്, രാജേന്ദ്ര പ്രസാദിന്റെ നിലപാടുണ്ട്. ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും രണ്ട് നിലപാടുകളുള്ള ആളുകൾ, രണ്ട് തരത്തിലുള്ള ആശയങ്ങളുള്ള ആളുകൾ കോൺഗ്രസിൽ ഉണ്ടാവാം. അതിലെന്താ കുഴപ്പം? ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കോൺഗ്രസ്സിൽ പണ്ടേ നല്ല നിലപാടുകളുണ്ട്, നെഹ്റു നിലപാടുകളും ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ നെഹ്റുവിൻ നിലപാടിനോട് യോജിക്കാത്തവർക്കെല്ലാം പുറത്തു പോകേണ്ടി വന്നു. അതാണ് ഒരു ചരിത്രം. ഇവർ ഈ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോഴും നെഹ്റുവിൻ്റെ ചരിത്രം പറയുമ്പോഴും നെഹ്റുവിൻ്റെ പേര് മറന്നു പോകും. നെഹ്റുവിൻ്റെ പേര് ഉപയോഗിക്കില്ല. മഹാത്മാഗാന്ധിയുടെ പേര് ഉപയോഗിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിന്തകളെ ഉപയോഗപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് KM മുൻഷിയെയും രാജേന്ദ്ര പ്രസാദിനെയും മറന്നു പോകും. ഇതുപോലെ ചരിത്രത്തിൽ കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു, അദ്ദേഹം പറഞ്ഞല്ലോ നെഹ്റു രാമവിഗ്രഹം പുറത്തേക്ക് എറിയുവാൻ പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ നെഹ്റു അല്ലാത്തൊരു കോൺഗ്രസ് ഉണ്ടായിരുന്നു. അത്തരക്കാർക്ക് ഇങ്ങോട്ട് വരാമെന്നേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അമ്നീഷ്യ പാടില്ല. നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ട് ഇത്തരത്തിലുള്ള നെഹ്റുവിന് വിരുദ്ധമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിനോടും യഥാർത്ഥ ഭാരതീയതയോടും അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. താങ്കൾക്ക് നിർഭാഗ്യവശാൽ ഈ KM മുൻഷിയുടെ ഈ കത്തുകൾ ഞാൻ വായിക്കാനും പറ്റില്ല. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് ഇപ്പോഴത്തെ ഗതികേടെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോലും പറയുന്നു സമസ്തയുടെ ഉപദേശം കേൾക്കൂ അല്ലെങ്കിൽ കേൾക്കേണ്ട ഗതികേട്. എന്തിനാണ് കോൺഗ്രസ് മറ്റൊരു പാർട്ടിയുടെ ഉപദേശം കേൾക്കുന്നത്? CPM നിരന്തരമായി ഇത്തരത്തിൽ ദേശീയതയെ നിരന്തരം തകർക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന നിലപാടുകളാണ് ചരിത്രത്തിൽ എപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത്. അത് വിവേകാനന്ദ പാറ, ഈ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്ക് 1 രൂപ സംഭാവന നൽകില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ലീഡർ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. അതിനുശേഷം അച്യുതാനന്ദൻ വന്നപ്പോൾ പണം നൽകി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ EMS നൽകിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അമൃതാനന്ദമയിക്കെതിരെയും ഗുരുദേവനെതിരെയും പോലും നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും വീഡിയോകൾ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ CPM ഇത്തരത്തിലുള്ള നിലപാട് അത് ഉത്കൃഷ്ടമാണ്. അത് വളരെ ധൈര്യപൂർവ്വം പറയുന്നു പറഞ്ഞാൽ അവർ ചരിത്രത്തിൽ എന്നും ഇന്ത്യയെ തകർക്കുവാൻ ശ്രമിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ എടുത്തവരാണ്. അതുകൊണ്ട് അവരെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് ചരിത്രപരമായി യഥാർത്ഥ ഒരു ഭാരതീയതയുടെ മുന്നിൽ നിൽക്കണം. അവർക്ക് ഈ അമ്നേഷ്യ, പൊളിറ്റിക്കൽ അമ്നേഷ്യ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന് മരുന്ന് കഴിച്ചുകൊണ്ട് സമസ്തയുടെയും CPM അതുപോലെ തന്നെ ലല്ലുവിൻ്റെയും മമതയുടെയും ഉപദേശമല്ല, യഥാർത്ഥ കോൺഗ്രസ്സുകാർ അതിലുണ്ടെങ്കിൽ അവരുടെ ചിന്താ പദ്ധതിയോടൊപ്പം പോകണമെന്നാണ് എനിക്ക് അവരെ ഉപദേശിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ കോൺഗ്രസ് വരട്ടെ എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അതിന് അവർക്ക് പല താല്പര്യങ്ങളുണ്ടാവും. CPM ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അവർ ദേശീയതയെ തന്നെ എതിർക്കുന്ന ആളുകളാണ് എന്നിവിടെ BJP ആരോപിക്കുന്നു. CPM ഇക്കാര്യത്തിൽ CPM-ഉം CPI-യും ഒന്നും ക്ഷണം കിട്ടിയിട്ടും രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകാത്തതിന്റെ കാരണം എന്താണ്? ഇവിടെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞതുപോലെയാണോ? താങ്കൾക്ക് വിശദീകരിക്കാം. മതം വ്യക്തിപരമായ ഒന്നാണ്. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരവരുടെ വിശ്വാസം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലെ ഭരണകൂടവും ഭരണ സംവിധാനവും മതനിരപേക്ഷമായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് കൂറോ ചായ്വോ ഉണ്ടാകാൻ പാടില്ല. കാരണം മതനിരപേക്ഷത എന്നത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് തന്നെയാണ്. ഇപ്പോൾ 94 ബൊമ്മ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തറപ്പിച്ചു പറഞ്ഞത് സെക്കുലറിസം ഭരണഘടനയുടെ അടിസ്ഥാന പ്രകൃതമാണ് എന്നാണ്. ഇവിടെ രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങ് പൂർണ്ണമായും സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ് ഗവൺമെൻറ് തന്നെ ഉത്തരവിറക്കി
അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിന് അടക്കം പ്രത്യേക ചുമതലകൾ നൽകി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും UP മുഖ്യമന്ത്രിയും RSSൻ്റെ സർസംഘചാലകൻ തന്നെ നേരിട്ട് പങ്കെടുത്ത് പൂർണ്ണമായും സർക്കാർ സ്പോൺസേഡ് പരിപാടിയാക്കി ഇതിനെ മാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ കൃത്യമായി വിമർശന വിധേയമാക്കേണ്ടതുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞ അഭിപ്രായം, CPIMൻ്റെ ജനറൽ സെക്രട്ടറി ഒരു പ്രാദേശിക പാർട്ടിയുടേത് എന്നതുപോലെ ആണ് CPIM പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ടാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രതികരിച്ചതെന്നും ദീപ്തി മേരി വർഗീസ് പറയുകയുണ്ടായി. ഇത് അപക്വമായ നിലപാടാണ് ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയോ ശ്രീമതി സോണിയാഗാന്ധിയോ CPIMനെ കുറിച്ച് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളൊരു ദേശീയ പാർട്ടി, ഞങ്ങളും ദേശീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ് CPIMും ഇടതുപക്ഷ പാർട്ടികളും. പാർലമെന്റിലെ അംഗത്വത്തിൻ്റെയോ നിയമസഭാ അംഗത്വത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പാർട്ടികളുടെ നിലപാട് രാജ്യം സ്വീകരിക്കുന്നത്. കോൺഗ്രസിന് നിലപാടില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ വിഷയത്തെ രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചത് ഏറെ സന്തോഷകരമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നു. കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പങ്കെടുക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്നു. കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ നിലപാട് സ്വീകരിക്കുന്നില്ല. കേരളത്തിലെ ശ്രീ VD സതീശൻ ഈ വിഷയം അറിഞ്ഞ മട്ടേ പ്രകടിപ്പിക്കുന്നില്ല. ശ്രീ അഭിലാഷ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആശങ്കയുടെയോ സംശയത്തിൻ്റെയോ പിന്നെ കുളത്തിൽ മുങ്ങുകയല്ല കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. കോൺഗ്രസിന് നിലപാടില്ല. ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള ആർജവം കോൺഗ്രസ് കളഞ്ഞു കുളിക്കുകയാണ്. പിന്നെ അഭിലാഷെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഷയത്തിൽ മാത്രമല്ല അഭിലാഷെ, അത് ഏകീകൃത സിവിൽ കോഡ് ആയിക്കോട്ടെ, രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെയും വേട്ടയാടാൻ അവസരം ഒരുക്കിയ സന്ദർഭങ്ങളിലൊന്നും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചില്ല. CPIM ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടം സംഘടിപ്പിക്കുകയാണ്. കോൺഗ്രസ്, ഇവരുടെ നേതാക്കന്മാർ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പോലും നിലപാടില്ല. പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. പല PCC കമ്മിറ്റികളും ഇതുവരെ നിലപാടില്ല. അതുകൊണ്ടാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് CPIMനെ ക്ഷണിക്കുമ്പോൾ CPIM പറയുന്നത്, ഞങ്ങൾ വിശ്വാസത്തെയും അതിന്റെ ഭാഗമായിട്ടുള്ള പൗരന്മാരുടെ ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ സ്റ്റേറ്റ് സ്പോൺസേഡ് ഉദ്ഘാടന ചടങ്ങ് എന്ന പേരിൽ ഒരു മതത്തിന്റെ ഭാഗമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റുന്നത് ശരിയല്ല. ഞങ്ങൾ പങ്കെടുക്കുകയില്ല. ആ നിലപാടാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും മതേതരവാദികൾ തീർച്ചയായും സ്വീകരിക്കുന്ന നിലപാടാണ്. ശരി, ഓക്കെ. ഞാൻ ഇനി താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ അനൂപ് വിആർ, നേരത്തെ താങ്കൾ GB പന്തിൻ്റെയും നെഹ്റുവിൻ്റെയും കാലത്ത് 1949 അവിടെ ബാബറി മസ്ജിദിൽ നടന്ന കാര്യം പറഞ്ഞിട്ട് നെഹ്റുവിൻ്റെ പൊസിഷനാണ് കോൺഗ്രസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. അതേ കോൺഗ്രസ് തന്നെ പിന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ നോക്കൂ. അടുത്ത ബിഗ് എപ്പിസോഡ് നടക്കുന്നത് എപ്പോഴാണ്? 1986 1986 ജനുവരി 18 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് മുമ്പിൽ ഒരു IB റിപ്പോർട്ട് കിട്ടുന്നു. ഷബാനു ബീഗം കേസിലെ സർക്കാരിന്റെ നിയമനിർമ്മാണത്തെ തുടർന്ന് വലിയ തോതിൽ ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാവുന്നു. സർക്കാർ മുസ്ലിം അപ്പീസ്മെന്റ് ആണ് ചെയ്യുന്നത് എന്ന് ആ ജനവിഭാഗം ചിന്തിക്കുന്നുവെന്ന് IB റിപ്പോർട്ട് വരുന്നു. എന്ത് ചെയ്യും എന്ന് രാജീവ് ഗാന്ധി ചോദിക്കുന്നു. ഉടനെ അരുൺ നെഹ്റു പറയുന്നു, നമുക്ക് ബാബറി മസ്ജിദിന്റെ പൂട്ടുകൾ 49 മുതൽ പൂട്ടിയിട്ടിരിക്കുന്നത് തുറന്നു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ രാജീവിന്റെ മുമ്പിൽ വെച്ച് അരുൺ നെഹ്റു അന്നത്തെ UP മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗിനെ വിളിക്കുന്നു. DMനോട്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോട് ഈ പൂട്ട് തുറക്കുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് VHPയോട് വീർ ബഹാദൂർ സിംഗ് തന്നെ ഒരു കേസ് നിങ്ങളൊന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കൂ എന്ന് പറയുന്നു. അവരതിന് തയ്യാറാവുന്നില്ല. ഞങ്ങൾ പ്രക്ഷോഭം നടത്തി അമ്പലം പണിതോളാന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ കൊണ്ടുപോയിട്ട് ഒരു ഹർജി കൊടുക്കുന്നു. ഒരു 31 ജനുവരി 31 ഹർജി കൊടുക്കുന്നു. 1 വിധി വരുന്നു. അന്നത്തെ ജഡ്ജി കൃഷ്ണമോഹൻ പാണ്ഡെക്ക് കൃത്യമായും ഡൽഹിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവം കവർ ചെയ്യാൻ അപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ദൂരദർശന്റെ ടീം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, അതായത് ഈ മസ്ജിദിന്റെ പൂട്ട് തുറന്ന്, ഈ സ്ഥലത്തിന്റെ പൂട്ട് തുറന്ന് ഹിന്ദു ആരാധന അവിടെ അനുവദിക്കപ്പെടുന്നു. ഇത് കോൺഗ്രസ് കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ
ഇതിന് ശേഷമാണ്, ഇതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നെ ബാബറി മസ്ജിദ് ധ്വംസനമൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഇടത്ത് ഒരു ക്ഷേത്രം ഉയരുമ്പോൾ എനിക്ക് തോന്നുന്നു BJP-യേക്കാൾ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസ് അല്ലേ? നെഹ്റു 1949 അങ്ങനെ പറഞ്ഞു എന്ന് കരുതി കോൺഗ്രസ്സുകാർ പോകാതിരിക്കേണ്ട കാര്യമുണ്ടോ? താങ്കളുടെ ഈ ചോദ്യത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ 80കളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അന്ന് നടന്ന പൊളിറ്റിക്കൽ എപ്പിസോഡുകളെ കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. അതിലേക്ക് ഞാൻ വരാം. കാരണം അത് ഷബാനു ബീഗം കേസിനെ കുറിച്ച് പറയേണ്ടി വരും, അന്ന് പല രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടിനെ കുറിച്ച് പറയേണ്ടി വരും, രാജീവ് ഗാന്ധിയുടെ മുസ്ലിം പ്രീണനം എന്ന് അധിക്ഷേപിച്ചവർ ആരൊക്കെയെന്ന് പറയേണ്ടി വരും. പലർക്കുമുള്ള ഉത്തരം അതിൽ ഉണ്ട്. അതിനു മുൻപ് സംഘപരിവാറിൻ്റെ പ്രതിനിധിക്ക് ഞാൻ ഉത്തരം പറയാം. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം ചരിത്രത്തിലെ വല്ലാത്ത ആധികാരികത അവകാശപ്പെടുകയാണ്. ദീപ്തി മേരി വർഗീസിനോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ജന്മദിനം ഡിസംബർ 28 അറിയില്ല എന്നാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന അതൊരു പരപുച്ഛത്തിൻ്റെ ഭാഷയാണ്. പിന്നെ അദ്ദേഹം KM മുൻഷിയെക്കുറിച്ച് പറഞ്ഞു. KM മുൻഷി സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലെടുത്ത നിലപാടിന് മുൻപ് KM മുൻഷി മുൻപേ എടുത്തൊരു നിലപാടുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ KM മുൻഷി പറഞ്ഞത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ KM മുൻഷിയെ തിരുത്തിയ നെഹ്റുവാണ്, കോൺഗ്രസ്സാണ് സെക്യുലർ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലനിൽക്കണം, ഇന്നലകളിൽ നമ്മളുടെ ദേശീയ പ്രസ്ഥാനത്തിന് മുഖമുദ്ര അതാണ്, നാളെയും അതായിരിക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ച നെഹ്റുവിയൻ ആശയധാര ഈ രാജ്യത്ത് നിലനിന്നത് KM മുൻഷിമാരെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. പിന്നെ 80കളിൽ ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ അദ്ദേഹം വളരെ കോൺഗ്രസിനെ പഠിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. തീർച്ചയായും കോൺഗ്രസ് ഇതിനകത്ത് എല്ലാ ഘട്ടത്തിലും ശരിയുടെ മാത്രം നിലപാട് സ്വീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഈ ബാബറി മസ്ജിദ് പ്രശ്നത്തിലേക്ക് CPM കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, ഷബാനു ബീഗം കേസിനെ തുടർന്ന് രാജീവ് ഗാന്ധി മുസ്ലിം അപ്പീസ്മെന്റ്, മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള പ്രചാരവേല ഈ രാജ്യത്ത് അഴിച്ചുവിട്ടതാരാ? CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ ഒരു വശത്ത്, അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. ഞാൻ പറഞ്ഞതിന്റെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പൂട്ടിക്കിടന്ന ബാബറി പള്ളിയുടെ പൂട്ട് തുറന്നു കൊടുക്കുക വഴി അക്ഷന്തവ്യമായി എന്താണ് അവിടെ രാജീവ് ഗാന്ധി ചെയ്തിട്ടുള്ളത്? അതിന് മുൻപും ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും റെഫർ ചെയ്യുന്നില്ല. പക്ഷെ ഈ നടക്കാൻ പോകുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അതാണ്. അല്ല, ഞാനതിലേക്ക് പറഞ്ഞല്ലോ, എല്ലാ ഘട്ടത്തിലും 100% ശരി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിന് തെറ്റുകൾ പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇതിനകത്തേക്ക് ചരിത്രമായി നമ്മൾ പഠിക്കുമ്പോൾ, അതിന് വിശകലനം ചെയ്യുമ്പോൾ, അവിടെ 80കളിലെ ഇത്തരം രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംജാതമാക്കിയതിൽ വലിയ പങ്ക് അവകാശപ്പെടാവുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഷബാനു ബീഗം കേസിനെ തുടർന്ന് മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കാൻ രാജീവ് ഗാന്ധി ബില്ല് കൊണ്ടുവന്നപ്പോൾ അന്ന് കോൺഗ്രസിനെതിരെ ഈ രാജ്യത്ത് സംഘപരിവാറും ഈ പറയുന്ന സോക്കോൾഡ് മതേതരവാദികളും ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള മുസ്ലിം പരിഷ്കരണവാദികളെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ആളുകൾ, ഷബാനുവും ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് സംഘപരിവാറിന്റെ കൂടാരത്തിലേക്കാണ് പോയത്. ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് വരുന്നുണ്ട്, ശരീഅത്തിനെതിരെ സംസാരിക്കാൻ കോഴിക്കോട് EMSുമായി വേദി പങ്കിടുന്നുണ്ട്. അങ്ങനെ രാജ്യത്താകമാനം കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഒരു കൗണ്ടറായി ഇത് നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞത് കോൺഗ്രസ് അതുകൊണ്ട് അത് ചെയ്ത നിലപാട് ശരിയായി എന്നല്ല, പക്ഷെ അതിലേക്ക് നയിച്ച സാഹചര്യം ഇവിടെ ഒരു മുസ്ലിം വെറുപ്പിന്റെ പ്രതലം സൃഷ്ടിക്കുന്നതിൽ ഈ പറയുന്ന CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. അതിനെ സ്വയം വിമർശനപരമായി ഏറ്റുപറയാൻ CPM തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാട് നെഹ്റുവിന്റെ നിലപാടാണെന്ന് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിലപാട് നെഹ്റുവിനല്ലാതെ ഏത് കോൺഗ്രസ്സുകാരനാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മൗലികമായ ചോദ്യം. താങ്കൾ ഈ പറഞ്ഞ ഷബാനു കേസിന് മുമ്പാണ് മീനാക്ഷിപുരം മതപരിവർത്തനം നടത്തുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതാവായ കരൺ സിംഗ് വിരാട് ഹിന്ദു സമാജ് എന്ന സംഘടന സ്ഥാപിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ കൂടിയാണ് അങ്ങനെ വിരാട് ഹിന്ദു സമ്മേളനങ്ങൾ നടക്കുന്നു. കോൺഗ്രസിന്റെ 2 നേതാക്കൾ ഗുൽസാരിലാൽ നന്ദ, മുൻ ആക്ടിംഗ് പ്രധാനമന്ത്രി കരൺ സിംഗ്, ഇവർ 2 പേരുമാണ് 80കളിൽ ആദ്യം BJP-യേക്കാൾ മുൻപ് രാമക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടത്. BJP 89-ൽ പാലംപൂർ സമ്മേളനത്തിലാണ് ഔദ്യോഗികമായി രാമക്ഷേത്ര പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതിനെത്രയോ മുമ്പേ നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കൾ കോൺഗ്രസ്സുകാർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. BHP 1983-ൽ ഏകാത്മത യാത്ര നടത്തിയപ്പോൾ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ സകല പിന്തുണ ഉണ്ടായിരുന്നില്ലേ? അവരുടെ ആദ്യത്തെ ധർമ്മ സൻസദ് ഡൽഹിയിൽ വിഗ്യാൻ ഭവനിൽ
ഏതാണ്ട് ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചാണ് നടന്നത്. അപ്പൊ അന്ന് ഹിന്ദുത്വയെ എല്ലാ അർത്ഥത്തിലും താലോലിച്ചിരുന്നത് കോൺഗ്രസ്സുകാരായിരുന്നു. BJP കുറച്ചുകൂടി പ്രൊഫഷണലായി തൊട്ടടുത്ത പതിറ്റാണ്ടിൽ അത് ഏറ്റെടുത്തു. അപ്പോഴാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് നിങ്ങൾക്ക് 22-ാം തീയതി വേണ്ടേ എന്നുള്ളതാണ് എന്റെ സംശയം. വേണം എന്നാണ് കമൽനാഥ് പറയുന്നത്, വേണമെന്നാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത്. അല്ല, നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഇവിടെ ഷിജുഖാൻ അവകാശപ്പെടുന്നത് സംഘപരിവാറിനെതിരെ ഒരു ബദൽ ഞങ്ങളാണ് എന്നുള്ള അർത്ഥത്തിലാണല്ലോ ഷിജുഖാൻ അവകാശപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെതിരെ സാമൂഹിക നീതിയുടെ വലിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ്. നിതീഷ് കുമാർ അത് പറഞ്ഞു, ലാലു പ്രസാദ് യാദവിനെ പോലുള്ള ആളുകൾ പറഞ്ഞു. ഇവിടെ കേരളത്തിനകത്ത് CPM-ന്റെ നിലപാടെന്താ? അപ്പോൾ ഈ വിഷയത്തിനകത്ത് നമുക്ക് ചരിത്രത്തിലേക്ക് പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താവുന്ന, കോൺഗ്രസിനെതിരെ പറയാവുന്ന 1000 കാരണങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കേണ്ട, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് അത്യാവശ്യമായിരിക്കുന്ന 1001 കാരണങ്ങൾ വേറെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നത്. കോൺഗ്രസ് ചരിത്രത്തിൽ തെറ്റ് ചെയ്യാത്ത, തെറ്റാവരം കിട്ടിയ ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ CPM ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 80കളിൽ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ബീജാവാപത്തിന് എല്ലാ നിലയ്ക്കും സംഭാവന ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറയേണ്ടി വരും. ചരിത്രത്തിൽ ആർക്കും അങ്ങനെ മോഡറേഷൻ ഇല്ല. ശരി, ഓക്കെ, അതാണ് വിമർശനം. ശ്രീ ശിവശങ്കർ, നോക്കൂ, BJP എന്ന രാഷ്ട്രീയ പാർട്ടി 80 രൂപം കൊണ്ട് ഇങ്ങോട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ അറിയാം വലിയ തോതിൽ മുടന്തുകയായിരുന്നു. പിന്നീട് BJPക്ക് ജീവശ്വാസം വരുന്നത് യഥാർത്ഥത്തിൽ LK അദ്വാനിയുടെ സോമനാഥ് രഥയാത്ര മുതലാണ്. രാമനാണ് യഥാർത്ഥത്തിൽ BJPയുടെ വലിയ രാഷ്ട്രീയ വിജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ, ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. രാമക്ഷേത്രം BJPയുടെ കോർ അജണ്ടകളിൽ ഒന്നായിരുന്നു, അത് നടപ്പാകുന്നു. പക്ഷേ നോക്കൂ, 2022, 23, 24 എത്തുമ്പോഴേക്ക് രാമക്ഷേത്രം വന്നു കഴിഞ്ഞു, പല പ്രോമിസുകളും നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുമ്പ് 90കളിൽ അതൊരു ഇമോഷണൽ ഇഷ്യൂ ആയിരുന്നു, ഇനി അങ്ങോട്ട് അതൊരു ഇമോഷണൽ ഇഷ്യൂ ആണോ? മോർ ദാൻ ദാറ്റ്, ഐ തിങ്ക് ഐ പുട്ട് ലൈക്ക് ദിസ്. ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ വിഷയം അല്ല ഇപ്പോൾ, ആയിരുന്നു. അത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും മറ്റുള്ള രീതിയിലും മതപരമായും എല്ലാം ഇത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. സുപ്രീം കോടതി വിധി വന്നു, അതിനെ എല്ലാവരും അംഗീകരിക്കുന്നു. അത്തരത്തിൽ ഇനി മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അതിനെ ഇനി ഈ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ചരിത്രമോ ഒന്നും കാര്യമായി കുത്തിപ്പൊക്കിട്ടില്ല. ഞങ്ങളാണത് തുടർന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സംഭവമാണ്, അത് നടന്നു. ഇനി അത് ഇത്തരത്തിൽ ഒരു വിധിയുടെ ഭാഗമായി ഒരു സ്ഥലത്ത് ക്ഷേത്രവും മറ്റു സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു മോസ്കും പണിത് തീർക്കണം. അതാണ് ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടേത്. പക്ഷേ ചരിത്രപരമായി ചില തെറ്റുകൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത് ഇത്തരത്തിൽ നെഹ്റു അല്ലെങ്കിൽ കോൺഗ്രസ് നടപടികൾ ഇത്തരത്തിലുള്ള ഈ രാമജന്മഭൂമി വിഷയത്തിൽ വളരെ ഗുണകരമായി നടപ്പിലാക്കിയെന്ന് അങ്ങ് പറയുമ്പോൾ 1951 മാർച്ച് 3-ാം തീയതി ഗോപാൽ സിംഗ് വിശാരദ് വേഴ്സസ് സാഹൂർ അഹമ്മദ് അങ്ങ് പറഞ്ഞ സാധനം, ആ വിധിയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1936 മുതലെങ്കിലും മുസ്ലിങ്ങൾ ഈ സ്ഥലം മോസ്കായി ഉപയോഗിക്കുകയോ അവിടെ പ്രാർത്ഥന നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഹിന്ദുക്കൾ ഈ സ്ഥലത്ത് നിരന്തരം പൂജകൾ നടത്തി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ ജഡ്ജിയായ കാര്യം പറഞ്ഞത് 1986 ഫെബ്രുവരി 3-ാം തീയതിയിലെ 1-ാം തീയതിയിലെ വിധിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ 35 വർഷമായിട്ട് ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് 1951 കവാടം തുറന്നു കൊടുത്തതും ഈ പൂട്ടുകൾ മാറ്റിക്കൊണ്ട് അവർക്ക് ആരാധനയ്ക്ക് തുറന്നു കൊടുക്കണമെന്നുള്ള ഫൈസാബാദ് കോടതിയുടെ വിധിയുമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തൊഴുതൽ ഫൈസാബാദ് കോടതിയുടെ വിധി മുതൽ ഇത്തരത്തിൽ കോടതിയുടെ വിധിയും അനുകൂലമായിരുന്നു. അതിന് ഗവൺമെന്റ് വളരെ ഫേവർ ആയിട്ടുള്ള നടപടി എടുത്തു എന്നേ ഉള്ളൂ. അല്ല, അവിടെ ഒരു പ്രശ്നമുള്ളത് ഒന്ന് ജില്ലാ കോടതി വിധികളൊക്കെ പിന്നീട് അപ്രസക്തമാക്കപ്പെട്ടു. നിയമപരമായി തന്നെ ഈ കൃഷ്ണമോഹൻ പാണ്ഡെയുടെ, അതായത് ഈ പൂട്ട് തുറക്കാനുള്ള വിധി അസാധുവാണ്, അത്ഭുതകരമാണെന്നാണ് അലഹാബാദ് ഹൈക്കോടതി പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് 2010 വിധിച്ചത്. പോട്ടെ, ഇതിനൊക്കെ അന്തിമമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ വിധിയുണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ടല്ലോ, ആ വിധി വളരെ വളരെ സുവ്യക്തമല്ല. ആ വിധിയിൽ എന്താ പറഞ്ഞത്? മുസ്ലിം കമ്മ്യൂണിറ്റി വാസ് റോങ് ഫുള്ളി ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ 450-year-old മോസ്ക് എന്ന വിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു പാർട്ടീസിന് ഇതിന്റെ കൈവശാവകാശം അനുവദിച്ചിട്ടുള്ളത് എന്ന കാര്യം മറന്നു പോകാൻ പാടില്ല. ഇപ്പോഴും ആ വിധി നമുക്ക് വെബ്സൈറ്റിലുണ്ട്, ആക്സസ് ചെയ്യാം. ആ വിധിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഒരു സമൂഹം 450 വർഷമായി കൈവശം വെച്ചിരുന്ന ഒരു പ്രോപ്പർട്ടി റോങ് ഫുള്ളി, തെറ്റായ നിലയിൽ കൈവശപ്പെടുത്തി, അല്ലെങ്കിൽ തെറ്റായ നിലയിൽ അത് വളരെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളിലൂടെ അത് കൈവശപ്പെടുത്തി എന്ന പരാമർശം കൂടി ഈ സുപ്രീം കോടതി വിധിയിൽ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ മറന്നു പോകരുത്.
ഞാനത് മറന്നില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് വ്യക്തമായി ഇപ്പുറത്ത് മറ്റൊരു ക്ഷേത്രം കൂടി പണിയണം. പക്ഷേ അതിന് ചരിത്രപരമായ കാര്യവും കൂടി ഉണ്ട്. 11-ാം നൂറ്റാണ്ടിൽ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കോഹിനൂർ ജ്വല്ലറിയൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ ഇതിൻ്റെ ചരിത്രപരമായ അവകാശം ആർക്കാണെന്ന് കൂടി ആലോചിക്കേണ്ടതാണ്. പക്ഷേ ഹൈക്കോടതി, സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. രാഷ്ട്രീയമായും അതുപോലെ തന്നെ ജനാധിപത്യ മര്യാദയും നല്ലത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുകയും ചെയ്യാം, കൂടുതൽ വിശാലമായ ബെഞ്ചിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതാണ് സമൂഹത്തിനും ഈ രാജ്യത്തിനും നല്ലത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നിരന്തരം ഇത്തരത്തിലുള്ള അനൈക്യത്തിൻ്റെ കഥകൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ തകർക്കുകയും രാജ്യത്തെ 2 കമ്മ്യൂണിറ്റിയായി വിഭജിക്കുകയും ചെയ്യുന്നതാണോ ഈ രാജ്യത്തിൻ്റെ വികസനത്തിനും ഈ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും നല്ലത് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കേണ്ടത്. അവർ നിരന്തരം ഇവിടെ ഇന്ത്യയെ വിഭജിക്കാൻ കൂട്ടുകൂട്ടിയിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ഇത് ആര്യ ദ്രാവിഡവാദം അതാണ് ഇവർ മുന്നോട്ട് വച്ചിരുന്നത്. ഇന്ത്യ ഒരു രാജ്യമേ അല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഹിന്ദു മുസ്ലിം ഒരു 2 രാജ്യമെന്ന് പറഞ്ഞു. അങ്ങനെ വിഭജിക്കാൻ നോക്കി. പിന്നെ ബ്രാഹ്മണൻ ദളിതൻ എന്നുള്ള വിഷയം കൊണ്ടുവന്നു. ആര്യ ദ്രാവിഡം വിഷയം വന്നതിന് ശേഷം ഇപ്പോഴിതാ സൗത്ത് നോർത്ത് ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നു. എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഇത്തരത്തിൽ ഇന്ത്യയെ വിഭജിക്കുന്ന, ഇന്ത്യയെ തകർക്കുന്ന ഒരു രീതിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിന്നിരുന്നു. എന്നും BJPയും അല്ലെങ്കിൽ RSSും മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ഈ വിദേശ ഒരു ചിന്താ പദ്ധതിയെ, അത് ആര്യദ്രാവിഡവാദമായാലും ഹിന്ദു മുസ്ലിം ഒരു വിശ്വാസക്കുറവായാലും ബ്രാഹ്മണ ദളിത ഇതായാലും നോർത്ത് ഈസ്റ്റ് സൗത്ത് വ്യക്തിത്വയായാലും ഇതായാലും ഇതിനെയെല്ലാം വ്യക്തമായി എതിർക്കുന്നത് BJP മാത്രമാണ്. അതുകൊണ്ട് രാമക്ഷേത്രം മാത്രമല്ല BJPയുടെ വികസനത്തിനും അതുപോലെ തന്നെ നേട്ടത്തിനും കാരണം. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ ദേശീയതയുടെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഇവൾ വിവേകാനന്ദനെ ഉയർത്തിക്കാട്ടുന്നു, DYFIയുടെ സമ്മേളനത്തിന് വിവേകാനന്ദ ഉയർത്തുന്നു. പക്ഷേ വിവേകാനന്ദ കേന്ദ്ര എന്ന് പറഞ്ഞ് ഏകതാ നിറാടനെ മുന്നോട്ട് വന്നപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് അതിനെ എതിർത്തത്. അപ്പോൾ കാലാകാലങ്ങളിൽ ദേശീയതയെ എതിർക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തത്വത്തിന്റെ ചിന്തയുടെ ഭാഗമാണ്. അത് ജന്മനാ ദോഷമാണ് അവരുടെ, അതവരെ മാറ്റാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ് തീർച്ചയായും മുൻഷിയുടേതടക്കമുള്ള ആളുകളുടെ രൂപാന്തരം ഉണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ. ശ്രീ ഷിജു ഖാൻ, ഒന്ന് നേരത്തെ ഈ വാദം ഉന്നയിക്കപ്പെട്ടു, താങ്കൾക്ക് അതിന് മറുപടി പറയാം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഒന്ന് എടുക്കൂ. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കിയ, ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമല്ല അതിനു മുമ്പും ഉണ്ടാക്കിയ ഈ തർക്കമാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം. അത് ഒടുവിലൊരു സുപ്രീം കോടതി വിധിയാൽ സെറ്റിൽ ചെയ്യപ്പെടുന്നു. അവിടെ ഒരു അമ്പലവും ഒരു പള്ളിയും ഉണ്ടാവുന്നു എന്നുള്ള നിലയിൽ ഇനി ഇതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകാനില്ല. പ്രശ്നം ഉണ്ടായാൽ അത് രാജ്യത്തിന് ദോഷമാണല്ലോ. ആ നിലയിൽ അത് അവിടെ ഈ 2 ആരാധനാലയങ്ങളായി അത് എങ്ങനെയാണോ പോകേണ്ടത് അതുപോലെ പോകട്ടെ. ഇനി ഈ വിഷയം അടച്ചു വെക്കാം എന്ന നിലപാടും സ്വീകരിക്കാവുന്നതാണ്. ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ തർക്കിക്കാനുണ്ടെങ്കിൽ പോലും ഒന്ന് അത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ CPM പോവണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് CPM എന്നുള്ളത് കൊണ്ടാണോ, അതോ സമസ്തയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പള്ളി പൊളിച്ച സ്ഥലത്താണ് ക്ഷേത്രം എന്നുള്ളത് കൊണ്ടാണോ, അതോ നെഹ്റുവിയൻ നിലപാട്, നെഹ്റു പറഞ്ഞതുപോലെ സോമനാഥ ക്ഷേത്രത്തിന്റെ സമയത്ത് നെഹ്റു പറഞ്ഞതുപോലെ ക്ഷേത്രം വ്യക്തിപരമായ ആളുകൾക്ക് പോകാനുള്ളതാണ്, അല്ലാതെ ഭരണാധികാരികൾ രാജ്യത്തിന്റെ പദ്ധതി എന്നുള്ള നിലയിൽ നടപ്പാക്കേണ്ടതല്ല എന്ന ആശയം കൊണ്ടാണോ, ഇതിൽ ഏതുകൊണ്ടാണ്? ഈ ചർച്ചയിൽ കോൺഗ്രസിന് 2 പാനലിസ്റ്റുകളാണ് ഈ ചർച്ചയിൽ അവരുടെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ന്യായമായ സമയം അഭിലാഷ് എനിക്കും തരണം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ഭാഗം ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, ആ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം, അതിൻ്റെ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭരണഘടനയിൽ തന്നെ സെക്കുലർ എന്ന് പറയുന്ന മഹത്തരമായ ഒരു ആശയം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുക. സ്വാഭാവികമായും അതിനർത്ഥം നമ്മുടെ എക്സിക്യൂട്ടീവിനും നമ്മുടെ ജുഡീഷ്യറിക്കും അതോടൊപ്പം പിന്നെ നമ്മുടെ പാർലമെൻ്ററി നടപടികൾക്കും പാർലമെൻറ്റിനും ലെജിസ്ലേച്ചറിനും ഒന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് കൂറോ പ്രീതിയോ ഉണ്ടാവുകയില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഭരണഘടനയ്ക്ക് കീഴിൽ തുല്യരാണ്. ഇതാണ് ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ സങ്കല്പം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് പിന്നെ വ്യക്തിപരമായി ആളുകളുടെ വിശ്വാസം എന്ന നിലയിൽ കാണേണ്ട ഒന്നിനെ സ്റ്റേറ്റ് തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒന്നാക്കി മാറ്റുകയാണ്. ഇത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാമക്ഷേത്രമാണ് BJPയുടെ അജണ്ട. BJP മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോൾ കാശ്മീരിന് ശേഷം പിന്നെ ഏകീകൃത സിവിൽ കോഡിൻ്റെ ചർച്ചകൾക്ക് ശേഷം
മുത്തലാഖ് നിരോധന നിയമത്തിന് ശേഷം, പൗരത്വ ഭേദഗതി നിയമത്തിന് ശേഷം BJP മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയാക്കി രാമക്ഷേത്രത്തെ മാറ്റുന്നു. വ്യക്തിപരമായ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റുന്നത്? ഇതാണ് പ്രധാന ചോദ്യം. പിന്നെ ശ്രീ ശിവശങ്കർ ഇവിടെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചല്ലോ, ശിവശങ്കറിൻ്റെ വാദത്തിൻ്റെ 99% CPIM-നെതിരായ ആക്ഷേപങ്ങളാണ്. കോൺഗ്രസിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല അഭിലാഷേ. കോൺഗ്രസിനെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ശിവശങ്കറിന്. എന്ന് പറഞ്ഞാൽ BJPയെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്താത്ത, അലോസരപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയമായി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പരിണമിക്കുന്നു എന്ന് BJPയുടെ പ്രതിനിധി തന്നെ കൺവിൻസ്ഡ് ആണ്. അവർക്ക് അസ്വസ്ഥത ആരാണ്? അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇടതുപക്ഷമാണ്, CPIM ആണ്. ഞങ്ങളാണ് ദേശവിരുദ്ധരെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങളാണ് രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതെന്ന് പറയുന്നു. ഞങ്ങളാണ് വിഭജനവാദം ഉന്നയിക്കുന്നതെന്ന് ശിവശങ്കർ പറയുകയാണ്. ശിവശങ്കറിന്റെ കുന്തമുന എവിടേക്കാണ്? CPIM-ലേക്കാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? BJPയും RSSും മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ സങ്കല്പത്തെ ഞങ്ങൾ നിവർന്നു നിന്ന് എതിർക്കുന്നു. അത് പാർലമെന്റിലെ 10 വോട്ടിന് വേണ്ടിയല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് നിലപാട് കൈക്കൊള്ളുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കാനാണ് ശിവശങ്കറിന്റെ പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ ഇന്ത്യ വിരുദ്ധരെന്ന് ആരെയാണ് ശിവശങ്കറെ സൂചിപ്പിക്കുന്നത്? ഇന്ത്യ എന്ന പേര് തന്നെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുകയല്ലേ? ഇന്ത്യ എന്ന പേര് തന്നെ മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുകയല്ലേ? അതിനപ്പുറം ഇന്ത്യ വിരുദ്ധത എവിടെയാണുള്ളത് ശിവശങ്കറെ? ഇന്ത്യ എന്ന പേര് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കൊണ്ട് NCERT-യുടെയും CBSE-യുടെയും സിലബസിൽ നിന്ന് ഇന്ത്യ എന്ന പേര് തന്നെ നിങ്ങൾ മാറ്റുന്നു. ഭരണഘടനയിലെ 1-ാം ആർട്ടിക്കിൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷോൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അഥവാ ഭാരതം എന്നാണ്. ഭാരതം അഥവാ ഇന്ത്യ അല്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. അതിൽ നിന്ന് ഇന്ത്യയെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നിങ്ങളാണോ ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്? പിന്നെ ഇവിടെ നിങ്ങൾ പറയുന്നു രാഷ്ട്രത്തിന്റെ ഐക്യത്തിനാണ് ഇതെല്ലാം. എങ്ങനെയാണ് ശിവശങ്കറെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനെന്ന് നിങ്ങൾ പറയുന്നത്? ബാബറി മസ്ജിദ് എങ്ങനെ അപ്രത്യക്ഷമായി? ബാബറി മസ്ജിദ് എങ്ങനെ അവിടെ തകർക്കപ്പെട്ടു? അത് തകർക്കപ്പെട്ടത് RSSും BJPയും മുന്നോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ടയുടെയും രഥയാത്രയുടെയും പരിസമാപ്തിയാണ്. ഒരു രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസധാരയുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാലയത്തെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? അതിനുശേഷം രാഷ്ട്ര ഐക്യത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇന്ത്യൻ ഫാസിസത്തിന്റെ സ്വഭാവം നിർണയിക്കുമ്പോൾ നിർണായകമായ ഒരു കാലഘട്ടമല്ലേ 92 ഡിസംബർ 6? ന്യൂനപക്ഷങ്ങളെ പിൽക്കാലത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഈ ഡിസംബർ 6-ന്റെ ബാബറി ധ്വംസനമല്ലേ? അതെങ്ങനെ മറക്കാനാകും? അതിനെ സംബന്ധിച്ചൊരു ഡിബേറ്റ് എങ്ങനെ അപ്രത്യക്ഷമാകും? പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്? ഇപ്പോ കോൺഗ്രസിന് നിലപാടില്ല. കോൺഗ്രസ് പറയുന്നു, ചിലർ പറയുന്നു ഞങ്ങൾ പോകും, ചിലർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട് എവിടെ? കോൺഗ്രസിന്റെ ദീപ്തി മേരി വർഗീസ് പറയുന്നത് CPIM ഒരു പ്രാദേശിക പാർട്ടിയെ പോലെ എന്നാണ്. CPIM പ്രാദേശിക പാർട്ടിയെ പോലെയല്ല. CPIM ഇന്ത്യൻ ഭരണഘടനയെ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ഭയമില്ല. ഞങ്ങൾക്ക് ഇവരല്ല വലുത്, ഞങ്ങൾക്ക് ഭരണഘടനയാണ് വലുത്. ദീപ്തി മേരി വർഗീസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകീകൃത സിവിൽ കോഡിന് മുന്നിൽ നിലപാടില്ലാത്ത പാർട്ടിയായി നിങ്ങൾ മാറി. പിന്നെ കോൺഗ്രസിന്റെ ഒരു സഹയാത്രികന്റെ വിശദീകരണം ഇവിടെ വരികയുണ്ടായി. മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇന്ത്യയിൽ അടിത്തറയൊരുക്കിയത് CPIM ആണ് എന്ന അസംബന്ധമാണ് ഇവിടെ എഴുന്നള്ളിച്ചത്. ഞങ്ങൾക്ക് എക്കാലവും നിലപാടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഞങ്ങൾ അതിനെതിരായിരുന്നു. നിങ്ങൾ രാജ്യം ഭരിക്കുക, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദരാണ്. ഞങ്ങൾ അതിനെ എതിർത്തു. നിങ്ങൾ അതിനെ എതിർക്കുന്നത് ഇപ്പോഴാണ്. 1980-കളിൽ അതിനുവേണ്ടി ബാറ്റ് ചെയ്തത് നിങ്ങളാണ്. നമ്മളപ്പോ അത്രയും ചരിത്രത്തിലേക്കൊക്കെ പോകണോ? അപ്പോ നമ്മുടെ ഇന്നത്തെ ചർച്ച ഏകീകൃത സിവിൽ കോഡ് അല്ലതാനും. അപ്പോ 50-കൾക്ക് മുമ്പുള്ള ചരിത്രം ഇവിടെ പറഞ്ഞല്ലോ അഭിലാഷേ. 80-കളിലെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. 80-കളിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചിട്ടുള്ള പ്രസ്ഥാനം CPM ആണ്. ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ നമ്മളെ എല്ലാ ചരിത്രവും പറഞ്ഞാൽ ഇതെല്ലാം പറയേണ്ടി വരും. അഭിലാഷേ അസംബന്ധമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്. അഭിലാഷ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒറ്റക്കാര്യം 80-കളെ കുറിച്ച് പറയാം. അഭിലാഷേ ഒരു മിനിറ്റ് തരണം. നിങ്ങൾ ആ വിഷയം മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ 80-കളിലേക്ക്
നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ പറയാം 85 ജൂലൈ 12 ദേശാഭിമാനി വാരികയിൽ EMS എഴുതിയ വാക്കുകൾ ഒരു വാക്ക് വിടാതെ ഞാൻ പറയാം. മുസ്ലിം ജനതയിൽ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നമാണ് പൊതു സിവിൽ നിയമമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുസ്ലിം സമുദായത്തിലെ പൊതുജനാഭിപ്രായം അനുകൂലമായി രൂപപ്പെടുത്തുന്നതുവരെ അത് നടപ്പിൽ വരുത്തുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണുള്ളത്. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം ഉടൻ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുവെന്ന് നിങ്ങളുടെ നേതാക്കളും അവരുടെ സഹായത്തോടെ അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത് പച്ചക്കള്ളമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ദേശാഭിമാനിയിൽ സഖാവ് EMS എഴുതിയ വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ അങ്ങനെ മറക്കും? അല്ല, അതിലെ ഒരു വാചകം മാത്രം കോട്ട് ചെയ്ത് ആ വിഷയം ആകപ്പാടെ അങ്ങനെയാണെന്ന് പറയരുത്. ഏകീകൃത സിവിൽ കോഡും CPM-ഉം EMS-ന്റെ തെരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് EMS കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വായിക്കാം. ഷിജു, EMS കൺക്ലൂഡ് ചെയ്യുന്നത് ഏകീകൃത സിവിൽ നിയമവും CPM-ഉം എന്നുള്ള ചാപ്റ്റർ ഞാൻ വായിക്കാം. അല്ല, വെറുതെ ആ വിഷയത്തിലേക്ക് കൊണ്ടുപോകണ്ട. ആ കാലത്ത് നിങ്ങളുടെ ദേശാഭിമാനിയുടെ കട്ടിങ്ങുകളൊക്കെ എന്റെ അടുത്തുണ്ട്. ഇനി അത് തപ്പിയെടുക്കാൻ താങ്കൾ പറഞ്ഞ EMS-ന്റെ ആ ലേഖനം കൺക്ലൂഡ് ചെയ്യുന്ന വാചകങ്ങൾ ഞാൻ വായിക്കാം. വാക്കുകൾ വെച്ച് ഞാൻ ഡിബേറ്റ് ചെയ്യാം. ശരി, 6/9/1985 എഴുതിയ ലേഖനം EMS നമ്പൂതിരിപ്പാട് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഭരണഘടനയിലെ ഏകീകൃത സിവിൽ നിയമ വകുപ്പും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ വിവാഹമോചിതയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് സംബന്ധിച്ച വകുപ്പും റദ്ദാക്കരുത് എന്നാവശ്യപ്പെടുക മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. ഏകീകൃത സിവിൽ നിയമത്തിലേക്കുള്ള നീക്കം ത്വരിതപ്പെടുത്താൻ, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കം ത്വരിതപ്പെടുത്താൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള ബഹുജന സംഘടനകൾ നടത്തുന്ന സമരം പ്രോത്സാഹനാർഹമാണെന്നുകൂടി പാർട്ടി അഭിപ്രായപ്പെടുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന CPM-ന്റെ സംഘടന നടത്തുന്ന സമരം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടെന്നാണ് EMS പറയുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദികൾ പറയുന്നത് ഇപ്പോൾ തന്നെ നടപ്പാക്കേണ്ട, അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നടപ്പാക്കണം എന്നുള്ളതായിരുന്നു CPM-ന്റെ നിലപാട്. മറുപടി പറയട്ടെ? പറഞ്ഞു. ഞാനൊന്ന് മറുപടി പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ് ഏകീകൃത സിവിൽ കോഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്. സ്ത്രീ പുരുഷ സമത്വത്തെ സംബന്ധിച്ച ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യവും മുസ്ലിം പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ ഇതിനനുകൂലമായ ഒരു ചർച്ചയും അന്തരീക്ഷവും സംവാദവും രൂപപ്പെട്ടതിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് അടക്കം ഭരണഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും, ആ വിഷയം ഉന്നയിക്കും. പക്ഷേ 80കളിൽ നിന്ന് 2022 എത്തുമ്പോൾ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം മാറി. RSS സമ്പൂർണ്ണമായി ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുന്നു. ഞങ്ങൾ നേർക്കുനേർ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അല്ല, അതൊക്കെ ശരി. അത് കരുതി മുൻകാലത്ത് അങ്ങനെ ഒരു നിലപാടേ ഉണ്ടായിട്ടില്ല എന്ന് പറയരുത് എന്നുള്ളതേ തർക്കമുള്ളൂ. അതിനുശേഷം രാജ്യത്തെ അന്തരീക്ഷം മാറി, നിങ്ങൾ ഏകീകൃത സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തു. അതൊക്കെ ശരി, അതൊക്കെ ശരി, അതൊക്കെ ശരി. പക്ഷേ ഞങ്ങളുടെ നിലപാട് പണ്ടേ ഇങ്ങനെയായിരുന്നു എന്ന് പറയരുത്, അത്രേ ഉള്ളൂ. വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. EMS-ന്റെ വാക്കാണ്. EMS എങ്ങനെയാണ് താങ്കൾ ഉദ്ധരിച്ച ലേഖനം കൺക്ലൂഡ് ചെയ്തതെന്നാണ് ഞാൻ വായിച്ചത്. അന്ന് ഭരണഘടനയിൽ നിന്ന് ആ കൺക്ലൂഷൻ മാത്രം പോരാ. ഒരു വിഷയം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നതല്ലേ അതിന്റെ ക്രക്സ്, ഏറ്റവും പരമപ്രധാനമായ കാര്യം. ആ താങ്കൾ തന്നെ വായിച്ച ലേഖനം EMS നമ്പൂതിരിപ്പാട് കൺക്ലൂഡ് ചെയ്യുന്നത് ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള പ്രക്ഷോഭം, ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായിട്ടുള്ള മണ്ണൊരുക്കൽ തുടരണം. അതിന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമരം നടത്തുന്നുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നുള്ള അന്നത്തെ സുശീല ഗോപാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഇനി ഈ ഷബാനു കേസിലെ വിധി ഉടനെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്വതന്ത്ര വനിതാ പ്രസ്ഥാനമാണ്. മഹിളാ അസോസിയേഷൻ ഒരു സ്വതന്ത്ര വനിതാ പ്രസ്ഥാനമാണ്. CPM-ന്റെ പോഷക സംഘടനയല്ല. ആ പ്രസ്ഥാനം നടത്തുന്ന ഏകീകൃത സിവിൽ കോഡിനായുള്ള പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കണം എന്നാണ് EMS നിലപാടെടുത്തത്. അന്നത്തെ എന്തുമാത്രം പേപ്പർ കട്ടിംഗ്സ്, എന്തിനാണ് നമ്മൾ അതേക്കുറിച്ച് ഇല്ലാത്ത ഒരു കാര്യം ഡിബേറ്റ് ചെയ്യലേ ഷിജു? അതിനുശേഷം BJP രാജ്യത്ത് അധികാരത്തിൽ വന്നു, രാജ്യത്തെ അന്തരീക്ഷം മാറി, ഞങ്ങൾ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാണ്. അതിലെന്താ കുഴപ്പം? എല്ലാ കാലത്തും ഒരേപോലെ നിലപാട് എടുക്കണമെന്നുണ്ടോ? ഇല്ല, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നിലപാട് മാറ്റാം. പക്ഷെ പണ്ട് അങ്ങനെ ഒരു നിലപാടെന്ന് പറയരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സഖാവ് EMS പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ധരിച്ചത്. മുസ്ലിം ജനതയിൽ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നമാണ് പൊതു സിവിൽ നിയമമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
മുസ്ലിം സമുദായത്തിലെ പൊതുജനാഭിപ്രായം അനുകൂലമായി രൂപപ്പെടുത്തുന്നതുവരെ അത് നടപ്പിൽ വരുത്തുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ലെന്ന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണുള്ളത്. നിങ്ങൾ ആമുഖം മറന്നുകൊണ്ട് കൺക്ലൂഷൻ മാത്രം വായിച്ചെങ്ങനെ പോകും? ഇതും പ്രധാനപ്പെട്ട കണ്ടന്റ് അല്ലേ? വിശദീകരിക്കുന്നത് ഞങ്ങളുടെ നിലപാടും സംഘപരിവാറിന്റെ നിലപാടും ഒന്നല്ല എന്ന് വിശദീകരിക്കാനാണ്. പക്ഷേ അക്കാലത്തെ CPM-ന്റെ പ്രഖ്യാപിതമായ നിലപാട് ഏകീകൃത സിവിൽ കോഡ് വേണം എന്നുള്ളത് തന്നെയായിരുന്നു. അത് നിസ്തർക്കമായ അവിതർക്കിതമായ വസ്തുതയാണ്. തർക്കമുണ്ട്. നിങ്ങൾ അവിതർക്കിതോ എങ്ങനെ പറയും? തർക്കമുണ്ടല്ലോ. നമ്മുടെ വിഷയം മാറ്റേണ്ട. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ കാര്യമാണ് ഞാൻ വായിച്ചത്. വിഷയം മാറ്റി നിങ്ങൾ സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. EMS പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ചിന്ത പബ്ലിക്കേഷൻസ് ഇപ്പോഴും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഷിജു. ആ പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. അഭിലാഷ് പറയുന്ന കൺക്ലൂഷൻ മാത്രം മതിയോ? അഭിലാഷ് അത് കൺക്ലൂഷൻ മാത്രം വായിച്ചാൽ ശരിയാണ്. ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഇനിയിപ്പോ അത് കൂടുതൽ തർക്കിക്കാനില്ല. സ്ത്രീ പുരുഷ ജനാധിപത്യപരമായ സംവാദങ്ങൾ നടക്കുകയും അതിനനുകൂലമായ അന്തരീക്ഷം ഒരുങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായ നടപടി അതാണ് 80കളിലേത്. 2022 രാജ്യം മുഴുവൻ RSS-ന് അതൊക്കെ മനസ്സിലായി. സ്വാഭാവികമായും അതിനെതിരെ ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. നമ്മൾ വെറുതെ സമയം കളയണ്ട. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നമ്മളിപ്പോ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ പൊസിഷൻ എടുക്കുമ്പോൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും പല ധാരകൾ ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലാണ് സോമനാഥ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുനരുദ്ധാരണം പ്രഖ്യാപിച്ചത്. പക്ഷെ അത് ഹിന്ദു റിവൈവലിസമാണെന്ന് ജവഹർലാൽ നെഹ്റു നിലപാടെടുത്തു. കോൺഗ്രസിലെ ഏറ്റവും വലിയ 2 നേതാക്കൾക്ക് 2 അഭിപ്രായമായിരുന്നു. നെഹ്റു അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു, പട്ടേലിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതിനുശേഷം ഇങ്ങോട്ടും കോൺഗ്രസിൽ ഹിന്ദുത്വ ധാരയെ പിന്തുടരുന്ന ധാരാളം നേതാക്കളുണ്ട്. അതിന് മുമ്പും ഉണ്ട്, ശേഷവും ഉണ്ട്, അപ്പോൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് കമൽനാഥും ദിഗ്വിജയ് സിംഗും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ അല്ലെങ്കിൽ കേരളത്തിലും അതിന് താല്പര്യമുള്ള നേതാക്കളുണ്ടെങ്കിൽ അവരും ഒരു നിലപാടെടുക്കുകയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകൾ വേറൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് പ്രയാസമുണ്ട്. പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന ആഗ്രഹം ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള നിലയിൽ ദീപ്തി മേരി വർഗീസിനുണ്ടോ? അതോ പാർട്ടിയിൽ ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകളിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾ പോകട്ടെ എന്നാണോ? അല്ല, ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന കാര്യം, ആദ്യഘട്ടത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ കോൺഗ്രസിന് നിലപാടില്ല എന്ന് CPM-ന്റെ പ്രതിനിധി ഷിജു ഖാൻ പറയുന്നതായിട്ട് കണ്ടു. ഒന്നല്ല, പലവട്ടം പറയുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസിൻ്റെ നിലപാട് യഥാസമയം പറയുമെന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ നിലപാട് വന്നതിന് ശേഷം നിലപാടിനെ പറ്റി ചിന്തിക്കാം. കോൺഗ്രസിന് നിലപാടില്ല എന്ന് പറയുന്ന ഷിജു ഖാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിലാണ് നിങ്ങൾ പങ്കാളികളാകുന്നത് എന്നുള്ളത് മറക്കണ്ട. അദ്ദേഹം സംസാരിച്ചു പോകുമ്പോൾ പലപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് അമിത്ഷായെ പേടിയില്ല, ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ആരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നതെന്ന് അറിയില്ല. ഇവിടെ കേരളത്തിൽ നടക്കുന്ന, ഞാൻ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഏറ്റവും അധികം ആദരിക്കുന്നതും അമിത്ഷായെയും നരേന്ദ്രമോദിയുമാണ് എന്നുള്ളത് സുവ്യക്തമായുള്ള കാര്യമാണ്. അതെന്താണ് കാരണം എന്നൊക്കെയുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കേസുകളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കും എതിരായ കേസുകളിൽ എന്തുകൊണ്ടാണ് ED ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകാത്തത്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സനാതന മൂല്യങ്ങളിൽ ഏറ്റവും അധികം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന, രാമരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് 100ാമത്തെ വാർഷികം ആണ് ഇന്ന് 100ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സനാതന മൂല്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നതും ദളിതരെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും കോൺഗ്രസിൻ്റെ അജണ്ടയാണ് എല്ലാ കാലത്തും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ രാജ്യത്തെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, സാമ്പത്തിക
രാഷ്ട്രീയമായി തകർന്ന അവസ്ഥയിൽ, ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ ഈ രാജ്യത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്, രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമല്ല, പകരം അണക്കെട്ടുകളുടെ നിർമ്മാണമാണ്. ഈ രാജ്യത്ത് തൊഴിലാണ് വേണ്ടത്, ഈ നാട്ടിൽ ജനങ്ങൾക്ക് പട്ടിണി മാറ്റുവാനുള്ള അരിയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പൊതുപ്രവർത്തകർ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താൽ അത് ഈ രാജ്യത്തിന്റെ സെക്യുലർ ക്യാരക്ടറിന് വിഘാതം സംഭവിക്കുമെന്ന അർത്ഥത്തിലാണ് ജവഹർലാൽ നെഹ്റു ആ നിലപാട് എടുത്തിട്ടുള്ളത്. അല്ലാതെ രാജ്യത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പണിയണം ആ സമയം ഞാൻ വേണമെങ്കിൽ നെഹ്റുവിന്റെ കത്ത് വായിച്ചു തരാം. നെഹ്റു ഏപ്രിൽ 24, 1951 എഴുതിയ കത്തുണ്ട്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, നമ്മള് രാജ്യം സെക്യുലർ ആയിരിക്കണം, രാജ്യത്തിന്റെ നേതാക്കൾ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് നെഹ്റു അങ്ങനെ നിലപാടെടുത്തത്, അല്ലാതെ രാജ്യത്ത് പട്ടിണിയുള്ളത് കൊണ്ടൊന്നല്ല. അല്ല, അതിൻ്റെ അകത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട്, ഇതിൽ വിശ്വാസികളുമുണ്ട് അവിശ്വാസികളുമുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്നത് വിശ്വാസികളാണ്. ക്ഷേത്രത്തിലും പള്ളികളിലും പോകേണ്ടവർക്ക് പോകാം, അല്ലാതെ ഷിജു ഖാന്റെ പാർട്ടിയെ പോലെ ഏകപക്ഷീയമായ ഒരു നിലപാട് പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നതിനനുസരിച്ച് പോവുക എന്നുള്ളതല്ല, നിരീശ്വരവാദമല്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, നെഹ്റുവിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ ഉണ്ടാകും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള, രാജ്യത്തിന്റെ നായകൻ എന്നുള്ള നിലയിലുള്ള പബ്ലിക് കപ്പാസിറ്റിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലെറ്റർ തന്നെ അന്ന് എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും നെഹ്റു അയച്ച ഒരു കത്തുണ്ട്. അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രാജ്യം സെക്യുലർ ആണ്, ആ സെക്യുലറിസമാണ്, ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെന്റ്സ് എന്നാണ് നെഹ്റു ആ ലെറ്ററിൽ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറയാണ്, therefore we should refrain from associating themselves with anything which tends to affect the secular character of our state. അതുകൊണ്ട് എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ക്യാരക്ടറിന് വിഘാതം വരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് ജവഹർലാൽ നെഹ്റു സോമനാഥ് ക്ഷേത്രത്തിന്റെ സമയത്ത് എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും എഴുതിയിട്ടുള്ളത്. അത് ചരിത്രരേഖയാണ്. അത് നെഹ്റു വ്യക്തിപരമായി നിരീശ്വരവാദി ആയതുകൊണ്ടല്ല, നെഹ്റു രാജ്യം വികസിച്ചോട്ടെ പട്ടിണി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സെക്യുലർ ക്യാരക്ടർ കൊണ്ടാണ്. ആ സെക്യുലർ ക്യാരക്ടർ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും വേണമെന്ന് നെഹ്റു ആഗ്രഹിച്ചതുകൊണ്ടാണ്. അത് നെഹ്റുവിന്റെ വിഷനായിരുന്നു, അല്ലാതെ അതിൽ വേറെ എക്സ്ക്യൂസ് പറയല്ലേ കോൺഗ്രസ് നേതാക്കൾ. അല്ലല്ല, അതിൽ എക്സ്ക്യൂസ് അല്ല പറഞ്ഞത് അഭിലാഷേ. താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് എന്റെ വിശദീകരണം പറയാൻ പറ്റില്ല. ഞാൻ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. എന്താണോ നെഹ്റു പറഞ്ഞത്, ഇതൊരു സെക്യുലർ സ്റ്റേറ്റായി തുടരണം, ആ നിലപാടുകളാണ് കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. അന്ന് അത് പറഞ്ഞ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ച് ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം സമയമുണ്ടെങ്കിൽ മടങ്ങി വരാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയമുള്ള ഷിജുഖാൻ നേരത്തെ അങ്ങ് തർക്കിച്ച ചില കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്താൽ, എനിക്കിപ്പോൾ ദേശാഭിമാനിയുടെ കുറച്ച് പത്ര കട്ടിങ്സ് ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. 1985 ജൂൺ 29 മാസ്റ്റ് ഹെഡിന് താഴെയുള്ള ഹെഡ്ലൈൻ, 44-ാം വകുപ്പ് നീക്കാനുള്ള ശ്രമം ചെറുക്കും EMS. തിരുവനന്തപുരം, ഒരു പൊതു സിവിൽ കോഡ് വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയിലെ 44-ാം വകുപ്പ് എടുത്തു കളയാനുള്ള നീക്കത്തെ തന്റെ പാർട്ടി ശക്തിയുക്തം എതിർക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി EMS പ്രസ്താവിച്ചു. അടുത്ത വാർത്ത, പൊതു സിവിൽ നിയമം ഉടൻ വേണം. സുശീല, ന്യൂഡൽഹി, എല്ലാ പൗരന്മാർക്കും ബാധകമായ ഒരു പൊതു സിവിൽ നിയമം ഉണ്ടാക്കാൻ സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിലെങ്കിലും കേന്ദ്രം തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സുശീല ഗോപാലൻ ആവശ്യപ്പെട്ടു. ഇതായിരുന്നു 1985-86 കാലത്തെ നിങ്ങളുടെ നിലപാട്, തർക്കിക്കരുത്. അല്ല അഭിലാഷേ, ഞാൻ തർക്കിക്കണോ വേണ്ടയോ എന്ന് അഭിലാഷ് അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഒരു അഭിലാഷ് ഈ പറഞ്ഞ വാദങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്യുന്ന 1/2 മണിക്കൂർ കൂടെ അങ്ങ് നീട്ടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അസോസിയേഷൻ ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, ദയവിത് കേൾക്കൂ, പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷിജു ഖാൻ. കയ്യിൽ മാത്രമല്ല എന്റെ കയ്യിലുള്ള ആ കട്ടിങ് കൂടെ ഞാൻ വായിക്കാം. അല്ലല്ല, നിങ്ങളുടെ കയ്യിലെ കട്ടിങ് മാത്രം പോരല്ലോ അഭിലാഷേ, എന്റെ കയ്യിലും കട്ടിങ് ഉണ്ട്. ഞാൻ പറഞ്ഞത് മഹിളാ അസോസിയേഷൻ വനിതാ സംഘടനയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. CPIM-ന്റെ പോഷക സംഘടനയല്ല. അല്ലല്ല, CPIM പോഷക സംഘടനയല്ല. എല്ലാം സ്വതന്ത്രമാണ്. പിന്നെ ഒരു കാര്യം, പാർട്ടി ജനറൽ സെക്രട്ടറി പാർട്ടിയുടെയാണല്ലോ. അഭിലാഷേ, ഞാനൊന്ന് പറഞ്ഞു പോട്ടെ. ഞാൻ ദയവേത് 1/2 മണിക്കൂർ നീട്ടണമെന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. ചർച്ച ചെയ്യാം. CPIM-നെ സംബന്ധിച്ച്
അല്ലല്ല അങ്ങനെ പോകുന്നത് നിങ്ങൾ തോറ്റു പിന്മാറുന്നതിന് തുല്യമാണ്. ശരി, ഞാൻ തോറ്റു എന്ന് വിചാരിച്ചോ, പക്ഷെ സമയം കൂടുതൽ നീട്ടി തരാനില്ല. കേൾക്കുന്ന ആളുകൾ ആരും ജയിച്ചു തോറ്റു വിചാരിക്കട്ടെ. ഇനി സമയമില്ല. ഇനി നമുക്ക് ഏകീകൃത സിവിൽ കോഡ് വിശദമായി ഇനിയും സർക്കാരെങ്ങാനും പ്രപ്പോസ് ചെയ്താൽ വിശദമായി ചർച്ച ചെയ്യാം. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. പിന്നീട് ചർച്ച ചെയ്യാൻ സമയം കിട്ടുന്നത് പോലെ വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.